ബിസ്മില്ലാ അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. യാത്ര ചെയ്യുമ്പോൾ ഒരാൾ ആലോചിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് വഴിയുടെ സൗകര്യം. വഴി പരിചയമില്ലാത്ത ഒരാൾ വെളിച്ചമൊന്നും കയ്യിലെടുക്കാതെ യാത്ര പുറപ്പെട്ടാൽ ആ പാത കാണാതെ കല്ലും മുള്ളും തറച്ചും കുണ്ടിലും കുഴിയിലും വീണും ഉദ്ദിഷ്ട സ്ഥലത്തേക്ക് എത്തിച്ചേരുവാൻ വളരെയധികം പ്രയാസപ്പെടും. ഒരുപക്ഷെ വഴിയിൽ വല്ല സ്ഥലത്തും വീണ് കിടക്കുവാനും മതി. ഒരു വിളക്കിൻ്റെ സഹായത്തോടെ യാത്ര പുറപ്പെടുന്ന എന്താണെങ്കിലും യാത്രാക്ലേശം അധികം അനുഭവിക്കാതെ വിചാരിച്ച സ്ഥലത്ത് വേഗത്തിലെത്തിച്ചേരാം. വെളിച്ചത്തിന് പ്രഭ എത്ര കൂടുമോ യാത്രക്കുള്ള സൗകര്യം അത്ര കണ്ട് അധികമാകും. ജീവിതയാത്രയിലെ സ്ഥിതിയും ഇതുതന്നെയാണ്. ക്ലിപ്തമായ നിയമങ്ങളാൽ ഭരിക്കപ്പെടുന്ന ഈ ലോകത്തിൽ ജീവിതകാലം കഴിക്കേണ്ടി വരുന്ന നമുക്ക് ആ നിയമങ്ങൾ ഏതാണ്ടെങ്കിലും അറിഞ്ഞിരിക്കുന്നത് ഉപയോഗപ്രദമായിരിക്കും. യഥാർത്ഥത്തിൽ അങ്ങനെ എളുപ്പത്തിൽ ജീവിക്കാനുള്ള വഹി ലഭിച്ച പ്രവാചകൻ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ടുവന്ന നിയമങ്ങളെ പാലിക്കുക എന്നതാണ് ജീവിത യാത്രയിലെ വഴിയറിയാനും വിജയം വരിക്കാനും നമുക്ക് ഉതകുന്ന കാര്യം. സൂര്യൻ ഉദിക്കുന്നതും അസ്തമിക്കുന്നതും നക്ഷത്രങ്ങൾ ചലിക്കുന്നതും വൃക്ഷങ്ങൾ വളരുന്നതും എല്ലാം ചില നിയമങ്ങൾക്കനുസരിച്ചാണ്. മനുഷ്യൻ്റെ ജീവിതയാത്ര നിയന്ത്രിക്കുന്നതിനും ചില നിയമങ്ങളുണ്ട്. നാം എവിടെ നിന്ന് വന്നു, എങ്ങോട്ട് പോകുന്നു? ഈ ചോദ്യങ്ങൾക്ക് ഇസ്ലാമിൻ്റെ കൃത്യമായ മറുപടിയുണ്ട്. നമ്മുടെ ഇഷ്ടമെന്തെന്ന് അന്വേഷിച്ചല്ല ഒരു സ്ഥലത്ത് നമ്മെ ജനിപ്പിക്കുന്നത്. നമ്മുടെ അനുവാദം വാങ്ങിയിട്ടല്ല ജീവിത രംഗത്ത് നിന്ന് നമ്മെ നീക്കം ചെയ്യുന്ന മരണം നമ്മിലേക്കെത്തുന്നത്. വരുന്നതും പോകുന്നതും നമ്മുടെ ഇഷ്ടപ്രകാരമല്ലെങ്കിലും ജനനത്തിനും മരണത്തിനും മധ്യേ കാലം കഴിക്കുന്ന രീതിയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് പൂർണ്ണമായ ബാധ്യതയുണ്ട്. ആ ബാധ്യത നിറവേറ്റുന്നത് എങ്ങനെയാണ്? അതിനുള്ള മാർഗം എന്തൊക്കെയാണ്? ഇത് മനുഷ്യൻ പഠിക്കേണ്ടത് അനിവാര്യമാണ്. അതിനെ മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ്. അതിലൂടെ ജീവിക്കൽ നിർബന്ധമാണ്. ജീവിതത്തിൽ നേരിടുന്ന പ്രതിബന്ധങ്ങളോട് എതിർക്കുവാൻ ശരീരത്തിനും മനസ്സിനും വാസ്തവത്തിലുള്ള ശക്തിയുടെ ഒരംശം മാത്രമേ സാധാരണ മനുഷ്യന് ഉപയോഗിക്കാറുള്ളൂ. നമുക്കറിവില്ലാത്തതും നാം ഉപയോഗപ്പെടുത്താത്തതുമായ ശക്തി നമ്മിലുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയണം. അത് കണ്ടുപിടിച്ച് വേണ്ട വിധം ഉപയോഗപ്പെടുത്തുന്നതിലാണ് ജീവിതത്തിലെ ജയപരാജയങ്ങൾ സ്ഥിതി ചെയ്യുന്നത്. വളർച്ച 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 ദിനം തോറും കായികമായും മാനസികമായും ധാർമ്മികമായും ഒരു പൂർണ്ണ വളർച്ചയ്ക്കായി നമ്മൾ പരിശ്രമിക്കേണ്ടതുണ്ട്. ഇപ്പോഴത്തെ സ്ഥിതി കണ്ട് തൃപ്തിപ്പെടാതെ ഇനിയും മേലോട്ടും കയറാൻ നോക്കുക എന്നത് മനുഷ്യന് ആവശ്യമായ ഒരു കാര്യമാണ്. നമ്മിൽ കുടികൊള്ളുന്ന ശക്തി മുഴുവൻ പുറത്തേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുക. അതിനുള്ള മാർഗങ്ങൾ തേടുക. എത്രയോ ഉയർന്ന സ്ഥിതിയിൽ എത്തുവാൻ പ്രാപ്തരായ പലരും അവരുടെ യഥാർത്ഥ ശക്തിയെ യാതൊന്നും അറിയാതെ ജീവിതം ഉപയോഗശൂന്യമാക്കി കളയുന്ന അവസ്ഥയാണുള്ളത്. മറ്റുള്ളവർക്ക് സാധിച്ചത് തങ്ങൾക്കും നേടാമെന്നും ആ ഒരു വിശ്വാസം അവർക്ക് ഉണ്ടാകുന്നില്ല. പൗരുഷം നശിച്ച് ജീവിതത്തിൽ പരാജയപ്പെട്ട നിലയിൽ അവർ ദിവസം കഴിച്ചു കൂട്ടുന്നു. ഒരു തരത്തിലുള്ള നിർഭാഗ്യവാന്മാരായ സുഹൃത്തുക്കളോട് അവരുടെ സ്ഥിതിയെപ്പറ്റി ഗാഢമായി ആലോചിക്കുവാൻ പറയുകയാണെങ്കിൽ അവർ ആലോചിക്കുമ്പോഴാണ് മുൻ ചെയ്ത കാലഘട്ടത്തിൽ അവരോരോ പ്രശ്നം തീർത്തതും പരിഹരിച്ചതുമൊക്കെ ഓർമ്മയിലേക്ക് വരിക. ഒരു വ്യക്തി എന്ന നിലക്ക് കഴിഞ്ഞ കാലഘട്ടത്തിൽ പല പ്രശ്നങ്ങളും തീർത്തവരായിരിക്കാം നമ്മൾ. ആ സമയത്തൊക്കെ നമുക്ക് കിട്ടിയ കഴിവും അറിവും തൻ്റെ ഇടവുമൊക്കെ ഭാവി ജീവിതത്തിലും എന്തെങ്കിലും നേരിടുമ്പോൾ ഉപയോഗപ്പെടുമാറ് അതിനെ ചിന്തിച്ച് ഫിക്സ് ചെയ്യാൻ
അതിനാലോചിച്ച് ആ കാര്യത്തിലേക്ക് വേണ്ട സംഭാവനകൾ അർപ്പിക്കാൻ നമുക്ക് സാധിക്കണം. ചുരുക്കത്തിൽ ജീവിതം ഒരു യാത്രയാണ്. വഴിയറിയണം, വെളിച്ചം വേണം. അതിലെ കല്ലും മുള്ളും പ്രതിസന്ധികളും മാറ്റി മുന്നോട്ട് പോയി വിജയത്തിൻ്റെ ഏകലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരാൻ നമുക്ക് സാധിക്കണം. അതിനുവേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ ബോധപൂർവം ജീവിതത്തിൽ ചെയ്യേണ്ടത് അനിവാര്യമാണ്. അങ്ങനെ ചെയ്യുന്നവരായാൽ വളരെ വലിയ മാറ്റമാണ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിത്തീരുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.